വോട്ടെടുപ്പ് ദിനത്തിൽ രാഷ്ട്രീയ ബോംബുമായി ഇ.പി. ജയരാജൻ. ജയരാജന്റെ ആത്മകഥയിൽ പിണറായി സർക്കാരിനും CPM നേതൃത്വത്തിനുമെതിരെ കടുത്ത വിമർശനം. രണ്ടാം പിണറായി സർക്കാർ ദുർബലം. ദേശാഭിമാനിക്കായി ബോണ്ട് വാങ്ങിയത് പാർട്ടിയുമായി ആലോചിച്ച്. സ്ഥാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ വരുന്നവർ വയ്യാവേലിയാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിൽ മാനസിക വിഷമം നേരിട്ടെന്നും ആത്മകഥയിൽ പരാമർശം. പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി ഇ.പി. ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും. ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം. DC ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. ആത്മകഥയിലെ പരാമർശങ്ങൾ പുറത്തു വന്നതോടെ അപ്രിയ സത്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ ബോംബായി മാറി. രണ്ടാം പിണറായി സർക്കാർ ദുർബലമെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടെന്നായിരുന്നു ഏറ്റവും വലിയ വിമർശനം. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിൽ മാനസിക വിഷമം നേരിട്ടു. പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നതാണ് പ്രയാസം. കേന്ദ്ര കമ്മിറ്റി അംഗമായ തനിക്കെതിരെ നടപടി സ്വീകരിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി തീരുമാനം അണികൾക്കിടയിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി. സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവരിൽ നിന്നും ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെയാണ്. എന്നിട്ടും വിഭാഗീയതയുടെ ഭാഗമായി VS അച്യുതാനന്ദൻ ഇത് ആയുധമാക്കി. വൈദേകം റിസോർട്ട് വിവാദത്തിൽ P. ജയരാജന്റെ പരാമർശവും വിഷമമുണ്ടാക്കി. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചും പറയണമെന്നാണ് ഇ.പി. ജയരാജൻ ആത്മകഥയിൽ ഉന്നയിക്കുന്നത്. സരിൻ മറുകണ്ഠം ചാടിയത് സ്ഥാനാർത്ഥി മോഹം നടക്കാഞ്ഞതിനാൽ. PV അൻവറിനെ പോലെ സരിനും വയ്യാവേലിയാകാനുള്ള സാധ്യതയുണ്ടെന്നും ജയരാജൻ ആത്മകഥയിൽ പറഞ്ഞു വയ്ക്കുന്നു. ജനം, തിരുവനന്തപുരം.